പൗരോഹിത്യം ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി ജീവിക്കുവാനുള്ള വിളിയാണ്. ഒരു വ്യക്തി പുരോഹിതനാകുക എന്നത് ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി ജീവിക്കുവാനും അവൻ്റെ കുരിശിനോട് ചേർന്ന് നടക്കുവാനും അവൻ്റെ കുരിശിൽ ആശ്രയിക്കുവാനുമുള്ളതായ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിലേക്ക് ഒരു വ്യക്തി അടുക്കുമ്പോഴാണ് അവൻ പുരോഹിതനായിത്തീരുന്നത്. കർത്താവിൻ്റെ മുഖത്ത് നിന്ന് എപ്പോഴാണോ ശ്രദ്ധ നഷ്ടപ്പെടുന്നത്, ആ ശ്രദ്ധ നഷ്ടപ്പെടുന്ന ഇടങ്ങളിലൊക്കെയും പത്രോസിന് ആ തിരമാലകളുടെ ഇടയിൽ മുങ്ങിത്താഴുന്ന സാഹചര്യം ഉണ്ടായതുപോലെ കർത്താവിൻ്റെ മുഖത്ത് നിന്ന് പുരോഹിതൻ അവൻ്റെ ലക്ഷ്യം മാറ്റുമ്പോൾ തകർച്ചയുടെ അനുഭവം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. പൂർണ്ണമായി ആ ഒരു ബോധ്യമാണ് എപ്പോഴും നമ്മെ ഭരിക്കേണ്ടത്. ഇന്ന് വായിച്ചു കേട്ട വേദഭാഗവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും അതുതന്നെയാണ്. കർത്താവിൻ്റെ സാക്ഷിയാകുവാൻ, കർത്താവിൻ്റെ നിയോഗമനുസരിച്ച് ജീവിക്കുവാൻ ഒരുവൻ തയ്യാറാകുമ്പോൾ ആ തയ്യാറാകുന്ന കുരിശിലേക്കുള്ള യാത്രയാണ്. കുരിശിലേക്കുള്ള യാത്രയിൽ സഹനങ്ങളും നൊമ്പരങ്ങളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ ഉണ്ടാകും. ആ പരിഹാസങ്ങളുടെയും ആക്ഷേപങ്ങളുടെയും ഒക്കെ അപ്പുറമായി എന്നെ ചേർത്ത് പിടിക്കുവാൻ ക്രിസ്തുവുണ്ട് എന്ന ധൈര്യപ്പെടുത്തലാണ് ഓരോ പുരോഹിതനിലും ഉണ്ടാകുന്നത്. കാരണം അവനെ പറിച്ചു നടന്നത് ഈ ത്രോണോസിന്റെ അടുത്തേക്കാണ്, ബലിപീഠത്തിനടുത്തേക്കാണ്. ബലിപീഠത്തിനടുത്തേക്ക് ഒരുവൻ ചേർന്ന് നിൽക്കുമ്പോൾ, ഒന്ന് ശമൂവേലിന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ, ദൈവത്തിന്റെ വിളി കേൾക്കുവാൻ അവന് സാധ്യമാകും. ഒന്നാമത് മനസ്സിലാക്കേണ്ടത് അവിടെയാണ്. ഒരു പുരോഹിതൻ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. ഞാൻ ക്രിസ്തുവിനെ നോക്കി നടക്കുന്നത് ഈ ബലിപീഠത്തിനടുത്ത് ജീവിക്കുവാനും ആ ബലിപീഠത്തോട് ചേർന്ന് ജീവിക്കുവാനും ഉള്ളതാണ് എന്ന ബോധ്യം. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കണം, വ്യക്തിയിലുള്ള ഒരു കോൺഫിഡൻസ് അല്ല, ദൈവത്തിലുള്ളതായ ഒരു ആശ്രയമാണ് ഒരു പുരോഹിതന്റെ ബലം എന്ന് പറയുന്നത്. ഗോഡ്ഫിഡൻസ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ദൈവത്തോട് ചേർന്ന് നടക്കുക. ഓരോ പുരോഹിതന്റെയും നിയോഗവും വിളിയും അത് തന്നെയാണ്, ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ സാധ്യമാകുക. കർത്താവ് പറയുന്നുണ്ട്, പത്രോസ് ലീഹ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് എന്ത് ലാഭമെന്ന്. അപ്പൊ അതിന് മറുപടി കർത്താവ് പറയുന്നത്, നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നൊക്കെയും നിങ്ങൾക്ക് തിരികെ ലഭിക്കുമെന്ന്. ഓരോ പുരോഹിതനും ഈ ലോകത്ത് നഷ്ടപ്പെടുത്തുന്നത് ചിലപ്പോൾ അവന്റെ മറ്റു പല നന്മകളെ കുറിച്ച്, ഈ ലോകം വെച്ച് നീട്ടുന്ന പല നന്മകളുമായിരിക്കും. ആ നന്മകൾക്കപ്പുറമായി ദൈവത്തിന്റെ പദ്ധതിയാണ് എന്നിൽ ഉരുത്തിരിയുന്നെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് നടത്തുന്നത് അനുഗ്രഹത്തിന്റെ ഫലമാകും. കുറേനേക്കാണ് ശീമോൻ കർത്താവിന്റെ കുരിശ് ചുമന്നപ്പോൾ കൂടെ നിന്നവർക്കെയും ആക്ഷേപിച്ചിട്ടുണ്ടാകും. പക്ഷേ ക്രിസ്തുവിന്റെ കുരിശ് ചുമക്കുവാൻ ആ വിളിയെ സ്വീകരിക്കുക എന്നതാണ് പുരോഹിതന്റെ ഉത്തരവാദിത്വവും കടമയും. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്രിസ്തുവിന് ലഭിക്കാത്തതൊന്നും ഒരു ക്രിസ്ത്യാനിക്ക് ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കണം. ഒരു പുരോഹിതന് ലഭിക്കുകയില്ല. കർത്താവ് അനേകരെ സൗഖ്യപ്പെടുത്തി. അവിടെയൊക്കെയും ശ്രേഷ്ഠമായ രീതിയിൽ വളരാവുന്ന പല കാര്യങ്ങളും ഉണ്ടായിട്ടും കർത്താവ് പറയുന്നത് ആരോടും മിണ്ടരുത്, പറയരുത് എന്നാണ് പറഞ്ഞത്. അതിനർത്ഥം കർത്താവിന് ലഭിക്കാത്തതൊന്നും നമുക്ക് അവകാശമുള്ളതല്ല, ഒരു ക്രിസ്ത്യാനിക്ക് അവകാശപ്പെട്ടതല്ല എന്ന് മനസ്സിലാക്കണം. മൂന്നാമത് പുരോഹിതൻ മനസ്സിലാക്കേണ്ടത്, അവൻ വചനത്തിൻ്റെയും സഭയുടെയും വിശ്വാസത്തിൻ്റെയും കാവൽക്കാരനാണ്. ഒരു പുരോഹിതനെ സംബന്ധിച്ച് വചനത്തിൻ്റെയും സഭയുടെയും വിശ്വാസത്തിൻ്റെയും കാവൽക്കാരൻ. അവൻ മൂലം സഭയോ, അവൻ മൂലം വിശ്വാസമോ, അവൻ മൂലം ദൈവത്തിൻ്റെ വചനമോ കളങ്കമാകുവാൻ ഇടയാകരുത്. മൂന്നാമത് മനസ്സിലാക്കേണ്ട കാര്യം അതാണ്.
കർത്താവ് പറയുന്നുണ്ടല്ലോ, നിങ്ങളെ ഭാരമേൽപ്പിച്ചത് ലോകത്തിന്റെ അറ്റത്തോളം നിങ്ങൾ സുവിശേഷിപ്പീനെന്ന്. ജീവിതത്തിന്റെ നമ്മുടെ യാത്രകളിൽ ഉണ്ടാകേണ്ടതായ നന്മയാണ്. കർത്താവ് ഭരമേൽപ്പിച്ചത് എന്താണോ അത് കൃത്യതയോടെ, വിശ്വാസത്തോടെ ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പൂർത്തീകരിക്കുവാൻ സാധ്യമാകണം. ഇന്ന് AI യുഗമാണ്. പുതിയ തലമുറയ്ക്ക് പുരോഹിതൻ കാവലാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ സാക്ഷിയായി തീരുവാൻ നമുക്ക് സാധ്യമാകുകയുള്ളൂ. അവസാനമായി, ഓരോ പുരോഹിതന്റെയും അഭയസ്ഥാനം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് പലപ്പോഴും കർത്താവിന്റെ ഉയർപ്പ് മനസ്സിലാക്കിയിട്ടും കർത്താവിന്റെ ശിഷ്യന്മാർ നമുക്ക് പഴയ ജോലിയിലേക്ക് പോകാമെന്ന് പത്രോസ് പറഞ്ഞപ്പോൾ ഒരുവനും തിരുത്തുവാൻ ശ്രമിച്ചില്ല. ശിഷ്യന്മാരെല്ലാവരും അടുക്കുണ്ടായിരുന്നു. അവരാരും അല്ല, നമ്മുടെ നിയോഗം അതല്ല എന്ന് പറയുവാൻ സാധിച്ചില്ല. പകരം എല്ലാവരും പത്രോസ് പറഞ്ഞതനുസരിച്ച് അവർ മീൻ പിടിക്കുവാൻ പോയി. നമുക്കറിയാം, തിബരിയാസ് കടൽ തീരത്ത് വെച്ച് ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് അവർക്കൊന്നും ലഭിച്ചില്ല. കർത്താവ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എന്ന്. പ്രിയമുള്ളവരെ, പ്രാർത്ഥന നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ അധ്വാനം വൃഥാവിലായിത്തീരും. നമ്മുടെ ജീവിതത്തിൽ അഭയസ്ഥാനമെന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ദുഃഖവും ഞെരുക്കവും സങ്കടവും സഹനവും നമ്മുടെ ജീവിതത്തിന്റെ കൂട്ടാളികളാണ്, പങ്കാളിത്തമുള്ളതാണ്. എന്നാൽ അവിടെ പിടിച്ചു നിർത്തുന്നതും ബലപ്പെടുത്തുന്നതും പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് വളരെയധികം അടുപ്പമുള്ള ഒരു വ്യക്തിയാണ് ജെറിൻ ഷമ്മാശൻ. മെത്രാപ്പോലീത്തയായി മലബാറിന്റെ ചുമതല പരിശുദ്ധ സഭ ഏൽപ്പിച്ചപ്പോൾ ബേസിൽ ഷമ്മാശന് ശേഷം എന്നോടൊപ്പം ഒരു വർഷക്കാലത്തോളം ഷമ്മാശനായി ജീവിച്ച് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടെ വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിച്ച കുഞ്ഞാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു, ഷമ്മാശൻ എന്നോട് ആദ്യമേ പറഞ്ഞൊരു വാക്ക്, തിരുമേനി, ഞാൻ മെത്രാച്ചന്മാരുടെ കൂടെ ആരുടെയും കൂടെ നിന്നിട്ടില്ല, എന്നെ വഴക്ക് പറയരുത് കേട്ടോ എന്ന്. എനിക്ക് വളരെയധികം സന്തോഷം തോന്നി, തുറന്നു പറയുവാനുള്ള മനസ്സ്. ഞാൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, ഞാൻ ആരെയും അങ്ങനെ വഴക്ക് പറയുന്ന ഒരാളല്ല. കാരണം ഞാൻ കണ്ടുപഠിച്ചത് അത്താനാസോസ് തിരുമേനിയിൽ നിന്നാണ്. തിരുമേനി അങ്ങനെ വഴക്ക് പറയേണ്ട സമയം വിളിച്ചു വഴക്ക് പറയും. പൊതുവായി വഴക്ക് പറയുന്ന ഒരു രീതി തിരുമേനിക്ക് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാനും അത് ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. ഒരിക്കൽ പോലും എനിക്ക് അദ്ദേഹത്തെ വഴക്ക് പറയേണ്ട കാര്യം ഉണ്ടായിട്ടുമില്ല. കാരണം അദ്ദേഹം വളർന്നത് ഞാലിയാവഴി ദേറായിലാണ്. അഭിനന്ദനായ യുവാനോസ് തിരുമേനിയുടെ ശിക്ഷണത്തിൽ കുഞ്ഞുനാൾ മുതൽ ആ ദേറായുടെ എല്ലാവിധമായ നന്മകളും ദേറായുടെ എല്ലാവിധമായ ഭയഭക്തിയിലും ജീവിച്ചത് കൊണ്ട് ഈ കുഞ്ഞിനൊരിക്കൽ പോലും അപ്രകാരം എന്താ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കേണ്ടതായി വന്നിട്ടില്ല. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ആ കാലഘട്ടം മുഴുവനും ബഹുമാനപ്പെട്ട ഷമ്മാശൻ കഴിഞ്ഞത്. തുടർന്ന് ഷമ്മാശനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഗൈഡൻസ് സെന്ററിന്റെ ഉത്തരവാദിത്വമാണ്. അത് വളരെ മനോഹരമായി ഭംഗിയായി ഉത്തരവാദിത്വത്തോടുകൂടി ഷമ്മാശന് ചെയ്യുവാൻ സാധിച്ചു എന്നതും ഈ തരുണത്തിൽ ഓർക്കുകയാണ്. അമ്മായിയോട് എനിക്ക് പറയുവാനുള്ള, കൊച്ചമ്മയോട് പറയുവാനുള്ളത് വലിയൊരു ഉത്തരവാദിത്വമാണ്. മാതാപിതാക്കന്മാരില്ലാത്ത ഒരു കുടുംബത്തിലേക്ക് ചിലയിടങ്ങളിൽ മാതാവായിട്ടും ചിലപ്പോഴൊക്കെ പിതാവായിട്ടും ചിലപ്പോഴൊക്കെ ജീവിത പങ്കാളിയുമായൊക്കെ കൊച്ചുമ്മ മാറേണ്ട സാഹചര്യങ്ങളുണ്ടാകും. അവിടെയൊക്കെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഷമ്മാശൻ്റെ കുടുംബത്തെയും ഇത്തരുണത്തിൽ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ അച്ഛന്മാരൊക്കെ ഇന്നലെ രാവിലെ ഉച്ചയ്ക്കൊക്കെ ആയിട്ട് യാത്ര തിരിച്ചവരാണ്. എല്ലാവരോടും, ഇന്ന് രാവിലെ എത്തിയവരൊക്കെ ഉണ്ട്, എല്ലാവരോടുമുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് വലിയ തിരുമേനി ഇവിടെ ഉള്ളപ്പം തിരുമേനിയുടെ പ്രാർത്ഥനയും തിരുമേനിയുടെ അനുഗ്രഹവും ഉണ്ടാകണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ.